അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സബ്വേയിൽ പോയിട്ടുള്ളവർക്കറിയാം, സബ്വേയിലത്തെയൊക്കെ സാൻഡ്വിച്ച് ഇല്ലേ, മറ്റേ നീളമുള്ള ടൈപ്പ് സാൻഡ്വിച്ച്, അതുപോലത്തെ ഒരു സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഫ്രഞ്ച് ബ്രെഡാണ്. ഇതാണ് ഫ്രഞ്ച് ബ്രെഡ്. ഇത് ഇപ്പം ഞങ്ങൾ ലുലു മോളിൽ നിന്ന് മേടിച്ചതാണ്. അല്ലാണ്ട് ചില സ്ഥലത്തൊക്കെ ഈ ഫ്രഞ്ച് ബ്രെഡ് അല്ലാണ്ട് തന്നെ കുറച്ച് നീളമുള്ള ടൈപ്പ് ബ്രെഡ് വേറെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ വട്ടമായിട്ട് അരിഞ്ഞ തക്കാളി. പിന്നെ ഇത്തിരി കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബർ ഇതുപോലെ വട്ടമായിട്ട് അരിഞ്ഞ കേട്ടോ. പിന്നെ കുറച്ച് സവാള ഇങ്ങനെ ചെറുതായിട്ട് ഒരു എന്താ പറയുക, റാൻഡംലി ഇതായിട്ട് അരിഞ്ഞ പോലത്തെ സവാള, അല്ലാണ്ട് ഒരുപാട് ചെറുത് നോക്കണം, എന്നാൽ ഒരുപാട് വലുതായിട്ട് കിടക്കണത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ഞാൻ എടുത്തേക്കണ മയോണൈസില്ലേ, മയോണൈസിൽ ക്യാരറ്റ് എന്തായാലും പറയുക, ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള മയോണൈസ്. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഇത് കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. എന്തായാലും നല്ല മണത്തിലും ടേസ്റ്റിലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒറിഗാനോ ആണ്. പിന്നെ ഒരിത്തിരി കച്ചപ്പ് എനിക്ക് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഈ വശം ശരിയാ, ഈ വശത്തൂടെ കത്തി കയറ്റി. അതിനു മുമ്പ് ഞാൻ പറയാൻ പറഞ്ഞത്, ഈ ഫ്രഞ്ച് ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ ഇത്തിരി ഹാർഡായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചെത്തിക്കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരരുത്, അങ്ങനെ ഒരുപാട് കുത്തി ഇറക്കാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ പുറം ഭയങ്കര ഹാർഡായിട്ട് തോന്നുമെങ്കിലും അകം ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടോ. ഈ ഹാർഡായിരിക്കണത് വേറെ പ്രശ്നമുള്ളതൊന്നുമല്ല, അത് ശരിക്ക് ഫ്രഞ്ച് ബ്രെഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു സംഭവം. എനിക്ക് ശരിക്കും അതിൻ്റെ ഇതായിട്ട് അറിയില്ല, എന്നാലും ഫ്രഞ്ച് ബ്രെഡ് അങ്ങനെ ആയിരിക്കണം. എന്തായാലും ഇവിടെയൊക്കെ കാണുന്ന ഇതുപോലെ ഭയങ്കര ഹാർഡായിട്ടാണ്. ഇപ്പം നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നെടുക്കണം. ഈ ഫ്രഞ്ച് ബ്രെഡ് ഇത്തിരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയാലും വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അത് നമ്മളങ്ങ് ചെയ്തെടുത്താൽ മതി. മെല്ലെ എടുക്കുക, ഒരുപാട് വലിച്ചു വരച്ചങ്ങ് എടുക്കരുത് കേട്ടോ. ഇവിടെ അത്രയ്ക്കും മുറിഞ്ഞിട്ടില്ല. ഇത് ഇത്തിരി പണിയാട്ടെ ഇതിങ്ങനെ തുറന്നെടുക്കാൻ. പക്ഷെ എന്നാലും ഒക്കെയല്ലേ കുക്കിങ്ങിൻ്റെ രസം. എനിക്ക് തോന്നുന്നു ഈ റെസിപ്പിയിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഭാഗം ഈ ഫ്രഞ്ച് ബ്രെഡ് തുറന്നെടുക്കലാണ്. ബാക്കി ഭാഗമൊക്കെ കുറേയൊക്കെ സിമ്പിളാണ്. ഈ സംഭവം ഇത്തിരി പണിയാണ്, കാരണം അതിങ്ങനെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അവിടെ എന്താ അപ്പോൾ ഈ ഒരു രീതിയിൽ തുറന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് തുറന്നാൽ ചിലപ്പോൾ ഈ ഫ്രഞ്ച് ബ്രെഡ് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിടവിലേ തുറക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് കുറച്ചും കൂടെ തുറക്കണം. ഇങ്ങനെ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സോളിഡ് ആയിട്ടുള്ള, കാരണം ഇവിടെ ഇങ്ങനെ കീറിയിരിക്കുകയാണല്ലോ, അപ്പോൾ അതിങ്ങനെ അടയ്ക്കാൻ പറ്റിയ ഇതായതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കുക്കുംബർ ആക്കണം. കാരണം കുക്കുംബർ ആകുമ്പോൾ ആ ഓട്ടയിൽ കൂടെ പോകത്തില്ലല്ലോ. അപ്പോൾ കുക്കുംബർ
ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക കേട്ടോ. കറക്റ്റ് എണ്ണ ഞാൻ എടുത്തേക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം മിച്ചം വന്നിട്ടുണ്ട്. അപ്പം അത് എടുത്ത് കഴിക്കാൻ കേട്ടോ. ഇത് ഇവിടേക്ക് ഇത്തിരി പൊടിയാവുന്നുള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ടോട്ടലി വേർത്തിട്ടാണ് കേട്ടോ. കാരണം സൂപ്പർ ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ആ പീസ് കുക്കുംബർ എൻ്റെ വായിലോട്ട് പോയി. അടുത്ത നമ്മൾ തക്കാളി ആക്കണം. അപ്പം തക്കാളി ഇങ്ങനെ കുക്കുംബറിൻ്റെ അത്ര അടുപ്പിച്ചടുപ്പിച്ച് വെക്കണ്ട, ഒരിത്തിരി ഇവിടെ വിട്ട് വെച്ചാൽ മതി. അടുത്തതിന് സവാള വയ്ക്കണം. ഇപ്പം തന്നെ ഇത്തിരി ഓവർലോഡ് ആയ പോലെ ആയി. ഇനി നമ്മുടെ മയോണൈസ് ഇത് ചെയ്യണം. അത് ഞാൻ എനിക്ക് വേണം ഈ സൈഡിൽ ഇത്തിരിയും കൂടെ കീറിയെടുക്കാം. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 3 ഉണ്ടയായിട്ടായിരിക്കണേ. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. ശരിക്കും ഞാൻ ഈ സബ്വേയിൽ പോകുമ്പോൾ എനിക്ക് ശരിക്കും കഴിക്കണതിനേലും ഏറ്റവും ഇഷ്ടം ഇവർ ഇതിങ്ങനെ ഉണ്ടാക്കണ കാണാനാണ്. ഭയങ്കര രസമാണ് ഇവർ ഉണ്ടാക്കണ കാണാൻ കേട്ടോ. അപ്പം നമ്മുടെ ഈ സംഭവങ്ങൾ തള്ളി പുറത്തോട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിത്തിരി ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കണം. ഇതിപ്പോൾ ഞാൻ ഫ്രഞ്ച് ബ്രെഡ് മുറിച്ചത് ഇത്തിരി ഇതായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി എല്ലാം പുറത്തോട്ട് തള്ളി പോകുന്നത്. ഈ മയോണൈസ് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കൈവച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി അങ്ങനെ ഒരുപാട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി എന്താ ഇതൊന്ന് വടിച്ച് ഇതിനകത്തോട്ട് ഇടുക. കാരണം മയോണൈസ് ആണ് ഇതിൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് ഇത് ചെയ്യുന്ന ഭാഗം. ഞാനിതിൽ സോസ് ഇടുന്നില്ല, കാരണം നമ്മൾ തക്കാളിയുടെ പുളി ഇതിലുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ പുളി ഇഷ്ടമാണെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്താ പറയുക, സോസ് ഇതിൻ്റെ മേളിൽ ഒഴിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സോസ് ഒഴിക്കാൻ ഇതിൽ ഇത്തിരി സ്പേസും കുറവാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടിരിക്കണോണ്ടേ ഇതേ എല്ലാ ഭാഗവും കത്തി വെച്ചൊന്ന് അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇതേ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും ആദ്യം സോസിൻ്റെ ഇത് പറഞ്ഞെങ്കിലും എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് സോസ് വയ്ക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സോസ് ഇതിൽ ഇടണമെന്നില്ല. അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവരിട്ടോ. ഇനി ഒറിഗാനോ ആണ്. ഒറിഗാനോയും ഓൾമോസ്റ്റ് ഓപ്ഷണലാണ്. എന്നാലും ഒറിഗാനോ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു പിസയുടെ ടേസ്റ്റ് കൊണ്ടിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി കുറഞ്ഞു ഇവിടെയൊക്കെ വീണൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതേ ടേസ്റ്റ് ചെക്കിംഗ് ആണ്. ഇപ്പോൾ വേണേ. അപ്പോൾ അതെ നമ്മുടെ സബ്വേ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സബ്വേ സാൻഡ്വിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വായിലേക്ക് വെച്ച് നോക്കാം. കുറല്ല സൂപ്പറായിട്ടാണ്. ശരിക്കും ഭയങ്കര വെച്ചിട്ടാണ്. എനിക്ക് അറ്റം ഭാഗം ഇത്തിരി കട്ടിയായതിൻ്റെ ഒരു കള്ളിത്തോ അല്ലെങ്കിൽ സംഭവം സൂപ്പറായിട്ടാണ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് കമൻസിലൊന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു തംസപ്പ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ സബ്സ്ക്രൈബിൽ ഒരു കുത്ത്, എന്നിട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഒരു ഞെക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.